സംസ്ഥാനത്ത് PSC റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയാകുന്നു. 2 മാസം കൊണ്ട് കാലാവധി അവസാനിക്കുന്ന SI റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമന ശുപാർശ കിട്ടിയത് 87 പേർക്ക് മാത്രമാണ്. നിലവിൽ കൊടുത്ത നിയമന ശുപാർശ നേരത്തെ ജോയിൻ ചെയ്യാതെ ഒഴിഞ്ഞുകിടന്ന പോസ്റ്റുകളിലേക്കെന്നാണ് ലിസ്റ്റിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ തവണ റാങ്ക് പട്ടികയിൽ നിന്ന് 608 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിൽ പുറത്തിറങ്ങിയ ലിസ്റ്റിന്റെ കാലാവധി വരുന്ന ജൂൺ 6-ന് അവസാനിക്കും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇനി ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. TV പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, വെൽക്കം ബാക്ക്. എന്തിനാണ് പിന്നെ ഈ റാങ്ക് ലിസ്റ്റൊക്കെ? എന്തൊരു പ്രഹസനമാണിത്? കാരണം നിയമനം കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ പാവങ്ങളെ ആശിപ്പിക്കുന്നത് എന്തിനാണ് പ്രസാദ്? അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് സുജയ. അതായത് സമീപകാലത്ത് നമ്മൾ കാണുന്നത് അതൊരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒക്കെ ഭാഗമായിരിക്കാം. നിയമനം കുത്തനെ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷമാണെങ്കിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ്. അത് നമ്മൾ CPO റാങ്ക് ലിസ്റ്റിൽ കണ്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന WCO CPO റാങ്ക് ലിസ്റ്റിൽ കണ്ടു. അത് തന്നെയാണ് SIമാരുടെ ലിസ്റ്റിലും. SIമാരുടെ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ വെറും 87 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. 35 പേർക്കാണ് നിയമനം കിട്ടിയത്. ഇവരിൽ ഈ 87 പേർ എന്ന് പറയുന്നത് നേരത്തെയുള്ള റാങ്ക് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാതെ പോയി വന്ന ഒഴിവാണ്. അതല്ലാതെ ഫ്രഷ് വേക്കൻസി അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആകെ 600 ചിലർ ആളുകൾ മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. അതിൽ നിന്നാണ് ഇതുവരെ വെറും 87 പേർക്ക് നിയമന ശുപാർശ പോയിരിക്കുന്നത്. തീർന്നില്ല സുജിയ. ഇതിനോട് കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടി പറയേണ്ടത് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റാണ്. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ 626 പേരുണ്ടായിരുന്നു SIമാരുടെ റാങ്ക് ലിസ്റ്റിൽ. അത്ഭുതം എന്ന് പറയട്ടെ, അതിൽ 608 പേർക്കും നിയമനം കിട്ടി എന്നതാണ്. ഉദ്യോഗസ്ഥരോടും ഉദ്യോഗാർത്ഥികളോടും PSCയിലും സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ലിസ്റ്റിൽപ്പെട്ട 1-2 പേർ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന, അതായത് വിരമിക്കാനിരിക്കുന്ന ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്തു. നേരത്തെ PSC ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് വരാനിരിക്കുന്ന വിരമിക്കുന്ന ഒഴിവുകൾ കൂടി കണക്കുകൂട്ടി ആ ലിസ്റ്റ് തയ്യാറാക്കി ആളുകളെ എടുക്കുക എന്നുള്ളതായിരുന്നു PSCയുടെ രീതി. അത് പൂർണ്ണമായി മാറി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് പ്രധാനപ്പെട്ട ഒരാൾ ആ ലിസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് 626 പേരിൽ 608 പേർക്കും നിയമനം കിട്ടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ റാങ്ക് ലിസ്റ്റിലെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ജൂൺ മാസം 6-ാം തീയതി അവരുടെ കാലാവധി അവസാനിക്കുന്നു. 2 മാസം തികച്ചില്ല സുജയ. വെറും 87 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. അവർ ഈ SI റാങ്ക് ലിസ്റ്റിലുള്ളവരായതുകൊണ്ട് തന്നെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. സുജയ പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന നിലയിലേക്കാണ് ചില റാങ്ക് പട്ടികയിലെ കാര്യങ്ങൾ. സുജയ, പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കഷ്ടമാണ് പ്രസാദ്. നമ്മൾ ഇതിങ്ങനെ എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്.